വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വേലിയേറ്റ ഭീഷണി ഇടക്കൊച്ചിയിൽ ജനകീയ സമിതി രൂപീകരിച്ചു. ശക്തമായ വേലിയേറ്റ ഭീഷണിയെ നേരിടുന്ന ഇടക്കൊച്ചിയിൽ ജനകീയ സമിതി രൂപീകരിച്ചതായി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 15-16 ഡിവിഷൻ കൗൺസിലർമാർ, സാമുദായിക മതനേതാക്കൾ എന്നിവർ രക്ഷാധികാരികളായിട്ടുള്ള ജനകീയ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ ഇടക്കൊച്ചി 15-16 ഡിവിഷനിൽ പ്രധാനമായിട്ടും അഭിമുഖീകരിക്കുന്നത് ഏറ്റവും വലിയ ആയിട്ട് ജനങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നത് ഈ വേലിയേറ്റത്തിന്റെ വിഷയമാണ്. ഇഷ്മാം 27 ഏക്കറിൽ നിലനിൽക്കുമ്പോൾ തന്നെ മീനുകൾക്ക് സംരക്ഷണം കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാത്ത ഒരു ഗവൺമെന്റാണ് ഈ നാട്ടിലുള്ളത്. അപ്പോൾ ഈ നാട്ടിൽ ഗവൺമെന്റ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ നാട്ടിലുള്ള ആൾക്ക് ആരാണ് സംരക്ഷണം കൊടുക്കേണ്ടത്? അപ്പൊ സംരക്ഷണം കൊടുക്കേണ്ടവർ മാറി നിൽക്കുമ്പോൾ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുകയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അടക്കം ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്കടിയിൽ, അതായത് ഇപ്പോ ഒരു മൃതദേഹം സെന്റ് മേരീസ് ചർച്ചിൽ ഒരു മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ ഒരു 30 സെന്റിമീറ്ററോ 40 സെന്റിമീറ്ററോ താത്തുമ്പോൾ തന്നെ ആഴത്തിലേക്ക് വരുമ്പോൾ തന്നെ വെള്ളം പൊങ്ങുകയാണ്. ഭൂഗർഭജലം അത്രത്തോളം നമ്മളുടെ മേൽപോട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ള അവസ്ഥ. കാരണം ഭൂഗർഭജലം ഇല്ലാതായി, മലിനീകരിക്കപ്പെട്ടു കഴിഞ്ഞു. VV ശിവപ്രസാദാണ് ജനറൽ കൺവീനർ. മാനുവൽ നിക്സൺ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. PJ സേവ്യർ, വിനു വർഗീസ്, ഷെയ്നി ജുബിൻ, N ഷാജി വൈസ് ചെയർമാൻമാർ, ലിജോഷ് KL കൺവീനർ, CK പ്രദീപൻ, രാഗി ഹനോഷ്, PA അനീഷ് ജോയിന്റ് കൺവീനർമാർ, NP നിതീഷ് എന്നിവരാണ് ഭാരവാഹികൾ. ഇടക്കൊച്ചിയിലെ എല്ലാ പ്രദേശങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി എക്സിക്യൂട്ടീവ് സബ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഇടക്കൊച്ചിയിലെ അതിതീവ്രമായ വേലിയേറ്റത്തിന്റെ രൂക്ഷത ഗവൺമെന്റിന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതിനാണ് മുഖ്യമായും ഊന്നൽ നൽകുക. ഇടക്കൊച്ചിയുടെ സമഗ്ര സംരക്ഷണവും വികസനവും മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികളായ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, ശിവപ്രസാദ് BV, മാനുവൽ നിക്സൺ, NP നിതീഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. സ്ഥലം ഇവിടെ സന്ദർശിച്ചിട്ടില്ല, MP സ്ഥലം സന്ദർശിച്ചിട്ടില്ല, മേയർ വന്നിട്ടില്ല, പ്രധാനപ്പെട്ട ആരും തന്നെ ഈ പ്രദേശത്തേക്ക് എത്തി നോക്കിയിട്ടില്ല. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഭീകരമായ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഞങ്ങൾക്ക് ഒന്നും ആലോചിച്ച് തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. 19 ലക്ഷം രൂപ ജോൺ ഫെർണാണ്ടസ് 2019 പാസ്സാക്കി, വർഷം 6ആയി, ഒരു നടപടി ആയിട്ടില്ല. 4.85 കോടി M സ്വരാജ് പാസ്സാക്കി, ഒരു നടപടി ആയിട്ടില്ല, 5 വർഷമായി. അപ്പൊ ഇത് എന്നാണ് 2040 വെള്ളം കയറി കൊച്ചി മുങ്ങിയതിനു ശേഷം 15-16 ലക്ഷം വെള്ളത്തിന് അടിയിലായതിനു ശേഷം മാത്രം പ്രവർത്തനത്തിൽ രംഗത്തിലേക്ക് വരുമെന്നാണ് രാഷ്ട്രീയ ഭരണാധികാരികൾ, മേലുദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും കൊച്ചിയുടെ പല പ്രദേശങ്ങളും വെള്ളത്തിന് അടിയിലാവുമെന്ന് പറയുമെങ്കിൽ ഇപ്പോൾ പറയുന്നത് 2040 ആകുമ്പോൾ തന്നെ അത് സംഭവിക്കും. അതിന്റെ തുടക്കം എന്ന രീതിയിൽ ഇപ്പൊ ഈ ഒരു വർഷമായിട്ടാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമാണ്. അത് അനുഭവിക്കുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. കുടിവെള്ള ടാങ്കിൽ മലിനജലം കലരുന്നു. ഈ പുഴയിൽ നിന്ന് കയറി വരുന്ന വെള്ളം കാണയിലൂടെ കയറി റോഡിലേക്ക് എത്തുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുന്നു. അത് കുടിവെള്ള ടാങ്കിലേക്ക് കലരുന്നു. കുടിക്കാൻ വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. ദിവസേന ടാങ്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ. നാളെ വെള്ളപ്പൊക്കം കുറയുമെന്ന് കരുതുന്നുവെങ്കിലും നാളെ വീണ്ടും അതേപോലെ തന്നെ പൂർവാധി ശക്തിയായിട്ട് തന്നെ വെള്ളം കയറുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല, ശുചിമുറി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കക്കൂസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന കക്കൂസിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. കക്കൂസ് മാലിന്യം താഴോട്ട് പോകുന്നതിനുള്ള അവസ്ഥ എന്ത് ചെയ്യും? ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.